ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുവചനം ധ്യാനിക്കുവാൻ ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു. ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ സ്തോത്രം ചെയ്യാം. മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ലഭിക്കുന്ന വിലയേറിയ അവസരങ്ങളാണ് യേശുക്രിസ്തുവിൻ്റെ തിരുവചനം ധ്യാനിക്കുവാനുള്ള അവസരങ്ങൾ. ഈ ഭൂമിയിൽ മനുഷ്യന് ജീവിക്കുവാനുള്ള ദൈവത്തിൻ്റെ ആലോചനകളും ദൈവത്തിൻ്റെ കൽപ്പനകളും ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളും ന്യായപ്രമാണങ്ങളും എല്ലാം അടങ്ങിയിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം മനുഷ്യനെ ആത്മാവിൽ ജീവനുള്ളവനാക്കുന്നതാണ്. മനുഷ്യനെ ആത്മാവിൽ മരണത്തിൽ നിന്ന് ജീവൻ്റെ അനുഭവത്തിലേക്ക് കരം പിടിച്ചുയർത്തുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. നാം വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ആദിമ മനുഷ്യനായ ആദാമിനെ ദൈവം ഏദൻ തോട്ടത്തിൽ ആക്കിയെന്ന്. എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള ഏദൻ തോട്ടത്തിൽ ദൈവം തൻ്റെ സൃഷ്ടിയായ ആദാമിനെ ആക്കി. നാം വായിക്കുന്നുണ്ട്, ഏതാനും നാളുകൾ കഴിയുമ്പോൾ നിത്യനായി ദൈവം കാണുന്നുണ്ട്, ആദാം ഏകനായിരിക്കുന്നത് നന്നല്ല, അല്ലെങ്കിൽ അവനായി ഏകാന്ത ജീവിതത്തിൽ വേണ്ടതുപോലെ ദൈവം ആഗ്രഹിച്ചതുപോലെ ഒരു സന്തോഷം ലഭിക്കുന്നില്ല എന്ന്. ദൈവമക്കളെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം എപ്പോഴും മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആനന്ദവും മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ദൈവം. ദൈവം മനസ്സിലാക്കി ആദാം ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന്. തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവം ആദാമിന് തക്കതായൊരു തുണയെ കൊടുത്തു എന്ന്. ആദാമിൻ്റെ വാരിയിൽ തന്നെ എടുത്ത് ആദാമിന് തക്കതായൊരു തുണയെ ദൈവം ഉണ്ടാക്കി കൊടുത്തു. ഏദൻ തോട്ടത്തിലെ എല്ലാ ഫലഭൂയിഷ്ടമായ ആ വൃക്ഷഫലങ്ങളും എല്ലാം ഉണ്ട്. സമൃദ്ധിയായ ജീവിതമുണ്ട്. ഏദൻ തോട്ടം നനപ്പാൻ ഒരു നദി പുറപ്പെട്ട് അത് 4 കൈവഴികളായി പിരിഞ്ഞുവെന്ന് നാം വായിക്കുന്നുണ്ട്. പീശോൻ, ഗീഹോൻ, ഗീതേകൽ, പ്രാത്ത് എന്ന് 4 കൈകളായി ഏദൻ തോട്ടത്തിൽ എല്ലായിടവും നനയ്ക്കുവാനും ഫലഭൂഷ്ടമാക്കുവാനും ദൈവം ഒരു നദി കൊടുത്തിരുന്നു. ഫലഭൂഷ്ടമായ സമ്പൽ സമൃദ്ധിയുള്ള സുഖ അനുഭവങ്ങളുള്ള ഏദൻ തോട്ടത്തിലാണ് ദൈവം ആദിമ മനുഷ്യനെ ആക്കിയിരുന്നത്. മാത്രമല്ല, യഹോവയായ ദൈവം മനുഷ്യനോടുകൂടെ നടക്കുകയും മനുഷ്യനോട് സംസാരിക്കുകയും മനുഷ്യൻ്റെ സഹവാസത്തിൽ ദൈവം ഇറങ്ങി വരികയും ചെയ്യുന്ന ഒരിടമായിരുന്നു ഏദൻ തോട്ടം. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, വായിക്കാം. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു. ഒരു ദിവസം ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്ന് ദൈവം അതുവരെയും ആദാമിനെ പേർ ചൊല്ലി വിളിച്ചു എന്ന് കാണുന്നില്ല. എന്നാൽ ഏദൻ തോട്ടത്തിൽ വരുമ്പോൾ ദൈവം തൻ്റെ മോഹന സൃഷ്ടികളായ ആദാമിനെ ഹവ്വായെയും കാണുന്നില്ല. അപ്പോൾ ദൈവം ചോദിക്കുകയാണ്, നീ എവിടെയാകുന്നു എന്ന്. ദൈവമക്കളെ, അന്ന് വരെയും ദൈവം ഇറങ്ങി വരാൻ, ദൈവത്തോടുകൂടെ നടക്കാൻ, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ, ദൈവത്തോട് സംസാരിക്കാൻ എല്ലാം ഭാഗ്യം ലഭിച്ച ആദാമിന് അതുവരെ ഇല്ലാത്ത ഒരനുഭവമാണ് അന്നുണ്ടായിരിക്കുന്നത്. കാരണം ആദാം എവിടെയോ മറഞ്ഞിരിക്കുന്നു. ദൈവം അവനെ കണ്ടുവെങ്കിലും ദൈവദൃഷ്ടിയിലേക്ക് വരുവാനുള്ള ഹൃദയ പ്രാഗൽഭ്യം ആദാമിനില്ലായത് പോയതുകൊണ്ട് ആദാം മറഞ്ഞിരുന്നു എന്ന്. ദൈവം ചോദിക്കുകയാണ്, നീ എവിടെയാകുന്നു എന്ന്. നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് ആദാം ദൈവത്തോട് പറഞ്ഞു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടു. ഏത്? ദൈവത്തിൻ്റെ കാലൊച്ച, അല്ലെങ്കിൽ ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ആദാം അറിഞ്ഞപ്പോൾ ആദാം നഗ്നനാകൊണ്ട് അവൻ ഭയപ്പെട്ടു പോയി എന്ന് ദൈവത്തോട് പറയുകയാണ്. ദൈവമക്കളെ, അന്നുവരെ ഇല്ലാതിരുന്ന ഭയം ആദാമിനെ ഭരിക്കുകയാണ്. അന്നുവരെ ദൈവത്തോട് കൂടെ നടക്കാൻ കൊതിച്ച ആദാമിന് അന്ന് ദൈവത്തോടു കൂടെ നടക്കാൻ ഭയമുണ്ട്. ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ ആദാമിന് ലജ്ജയുണ്ട്. കാരണം ആദാം തിരിച്ചറിഞ്ഞു, എന്ത്? ഞാൻ നഗ്നനാണെന്ന്. 2-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം വായിക്കാം. ഉൽപ്പത്തി 2:25. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല. ദൈവം അവരെ ഏദൻ തോട്ടത്തിലാക്കിയപ്പോൾ, ദൈവിക തേജസ് അവർ ധരിച്ചിരുന്നപ്പോൾ അവരുടെ അനുഭവം അതായിരുന്നു. അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ലതാനുമെന്ന്. തങ്ങൾ നഗ്നരാണെന്നോ തങ്ങൾ വസ്ത്രം ധരിച്ചിട്ടില്ല എന്നോ ഒരിക്കലും അവർക്ക് തോന്നാതെ വണ്ണം ദൈവത്തിൻ്റെ തേജസ് അവരെ ചുറ്റി പൊതിഞ്ഞിരുന്നു. അവർ ഇരുവരും നഗ്നരായിരുന്നു, എന്നാൽ അവർക്ക് നാണം തോന്നിയില്ലതാനും. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇപ്പോൾ നാം വായിച്ചു കേട്ടു, തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ട് ഞങ്ങൾ നഗ്നരാകൊണ്ട് ഞങ്ങൾ ഭയന്ന് മറഞ്ഞിരിക്കുകയാകുന്നു, ഒളിച്ചിരിക്കുകയാണെന്ന്.
ദൈവമക്കളെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏദൻ തോട്ടത്തിൽ എല്ലാ സുഖ സൗഭാഗ്യങ്ങളും ദൈവം ആദാമിനും ഹവ്വായ്ക്കും കൊടുത്തു. എന്നാൽ ദൈവം ഒരു കൽപ്പന അവർക്ക് കൊടുത്തിരുന്നു. ഒരേ ഒരു കൽപ്പനയെ ദൈവം ആദാമിന് അരുത് എന്ന് കൊടുത്തിരുന്നുള്ളൂ. അത് നീ ചെയ്യരുത് എന്ന്, ആ വൃക്ഷഫലം നീ തിന്നരുത് എന്ന്, തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വൃക്ഷഫലം നിങ്ങൾ തിന്നരുത് എന്ന്. ദൈവമക്കളെ, ദൈവം അരുത് എന്ന് പറഞ്ഞ ആ ഒറ്റ കാര്യത്തിലാണ് പിശാച് അവരെ വീഴിച്ചു കളഞ്ഞത്. നമുക്കറിയാം, ഏദൻ തോട്ടത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ ദൈവം അരുതേ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ദൈവം വിലക്കിയിരുന്ന, അത് നിങ്ങൾ തിന്നരുതേ എന്ന് ദൈവം കൽപ്പിച്ചിരുന്ന ആ വൃക്ഷഫലമാണ് അവരുടെ മുമ്പിലേക്ക് പിശാച് കൊണ്ടുവന്നത്. ദൈവമക്കളെ, മനുഷ്യൻ എന്തെല്ലാം ഈ ഭൂമിയിൽ ഉണ്ടെങ്കിലും ദൈവ കൽപ്പന അനുസരിക്കാതിരിക്കുവാൻ, ദൈവത്തിന്റെ വചനം അനുസരിക്കാതിരിക്കുവാൻ, ദൈവ വഴിയിലൂടെ നടക്കാതിരിക്കുവാൻ പിശാച് എപ്പോഴും മനുഷ്യന്റെ പിന്നാലെയുണ്ട്. എവിടെയാണ് ഒരു മനുഷ്യനെ വീഴിക്കേണ്ടത്, ഏത് കാര്യത്തിലാണ് ഇവനെ പിടിച്ചാൽ പുറകോട്ട് കിട്ടുന്നത്, എവിടെയാണ് ഇവനെ തകർത്ത് കളയാൻ കഴിയുന്നതെന്നുള്ള ആ ഏകചിന്തയോടെ ലജ്ജയില്ലാതെ അലറുന്ന സിംഹമെന്ന പോലെ എപ്പോഴും വിശ്വാസിയുടെ പിന്നാലെ നടക്കുന്ന ഒരു പിശാചുണ്ട്. ഏദൻ തോട്ടത്തില് ആ സന്തോഷത്തില് ആ ദൈവീക കൂട്ടായ്മയിൽ വസിക്കുന്ന ആ കൊച്ചു ഭവനത്തിലേക്ക് ഒരു ദിവസം പിശാച് കടന്നു വന്നു. നാം വായിക്കുന്നുണ്ട്, ആദാം അവിടെ ഇല്ലാതിരിക്കുമ്പോൾ ഹവ്വായോട് പിശാച് സംസാരിക്കുന്നതായിട്ട് തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിച്ചേക്കാം. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. പിശാച് ബുദ്ധി കുറഞ്ഞവനല്ല, അവൻ കഴിവില്ലാത്തവനല്ല, അവൻ ഒരു ശക്തിയുമില്ലാത്തവനല്ല. അവൻ വളരെ കൗശലമേറിയവനും ബുദ്ധിമാനും മാനവരാശിയെ തകർത്ത് കളയാൻ എപ്പോഴും ജാഗരൂകനായിരിക്കുന്ന ഒരു ശത്രു നമുക്കുണ്ട്, ഒരു എതിർപ്പുള്ളവൻ നമുക്കുണ്ട് എന്ന് നാം എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. വായിക്കാം. തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവം പറയാത്ത കാര്യങ്ങൾ കൂടി ആദാം പിശാചിനോട് പറയുകയാണ്, പാമ്പിനോട് പറയുകയാണ്. തോട്ടത്തിൽ നിൽക്കുന്ന എല്ലാ വൃക്ഷങ്ങളുടെ ഫലവും തിന്നാം, എന്നാൽ അതിൻ്റെ നടുവിൽ നിൽക്കുന്ന ആ വൃക്ഷഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന്. പിശാച ഒറ്റ കാര്യത്തിലാണ് അവളെ പീഡിക്കുന്നത്. ഉടനെ ശത്രു അവൾക്കൊരു ആലോചന കൊടുത്തു. ആ വൃക്ഷഫലം നിങ്ങൾ തിന്നരുത് എന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത് നിങ്ങൾ തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. അതുകൊണ്ടാണ് ദൈവം വൃക്ഷഫലം തിന്നരുത് എന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത് എന്ന്. ഹവ്വായുടെ ഉള്ളില് പല ആഗ്രഹങ്ങളുണ്ട്. അത് പലപ്പോഴും നോക്കുമ്പോഴൊക്കെ കാണുവാൻ ഭംഗിയുള്ളതാണെന്ന് തോന്നിയിട്ടുണ്ട്, തിന്മാൻ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്, അത് തിന്നാൽ ജ്ഞാനം ലഭിക്കുമെന്ന് തോന്നുന്നു. ഈ പിശാച് പറഞ്ഞത് അത് തന്നെയാണ്. ആ വൃക്ഷഫലം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഒരിക്കലും നിങ്ങൾ ദൈവത്തെ പോലെയാകാൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യൻ ദൈവത്തോടു കൂടെ ദൈവ സാദൃശ്യത്തിലാകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ വൃക്ഷഫലം തിന്നരുത് എന്ന് കൽപ്പിച്ചിരിക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീനെന്ന്. ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാണ്. ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ മനുഷ്യർ ദൈവത്തിന്റെ വിശുദ്ധി പ്രാപിച്ച് ദൈവത്തോടു കൂടെ ജീവിക്കണമെന്നാണ്. ഏദൻ തോട്ടത്തില് പിശാച് ഹവ്വായെ വഞ്ചിച്ചു കളഞ്ഞു. മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത്, ദൈവത്തെ പോലെ ആകാമെന്നുള്ള ചിന്ത കൊടുത്ത്, ദൈവമക്കളെ നാം വായിക്കുന്നുണ്ട്, ആ വൃക്ഷഫലം അവര് ഇരുവരും തിന്നു എന്ന്. ആ വൃക്ഷഫലം തിന്ന് കഴിയുമ്പോഴാണ് നാം കാണുന്നത്. വായിക്കാം 5-ാമത്തെ വാക്യം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും. പിശാച് പറയാണ്, ഇപ്പോ നിങ്ങൾ ശരിയായ കാഴ്ചയുള്ളവരല്ല. ആ വൃക്ഷഫലം തിന്നാൽ നിങ്ങളുടെ കണ്ണ് ആഴത്തിൽ ഒന്നുകൂടി തുറന്ന് നിങ്ങൾ നന്മതിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവുള്ളവരാകും, നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്ന്. വായിച്ചോ. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു. ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു,
തങ്ങൾ നഗ്നരെന്നറിഞ്ഞു. അവിടെ നാം വായിക്കുന്നുണ്ട്, ഉടനെ ആ വൃക്ഷഫലം അവൾ തിന്നു, ഭർത്താവിനും കൊടുത്തു, ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു എന്ന്. പിശാച് പറഞ്ഞത് ഒരു വിധത്തിൽ സത്യമാണ്. എന്ത്? അത് തിന്നാല് നിങ്ങളുടെ കണ്ണ് തുറക്കുമെന്ന്. ഉടനെ അവരുടെ ഇരുവരുടെയും കണ്ണു തുറന്നു. ദൈവം ആഗ്രഹിച്ചതല്ല പിന്നെ അവർ കണ്ടത്, അവരും ആഗ്രഹിച്ചതല്ല പിന്നെ അവർ കണ്ടത്. എന്ത്? തങ്ങൾ നഗ്നരാണെന്ന്. അവർക്ക് പരസ്പരം ലജ്ജ തോന്നുന്നു. മുഖത്തോട് മുഖം നോക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. തങ്ങൾ നഗ്നരാണെന്ന് അന്നവർ ആദ്യമായിട്ട് തിരിച്ചറിയുകയാണ്. ആ വൃക്ഷഫലം തിന്നപ്പോൾ, ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ, പാപം അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ അവർ തിരിച്ചറിഞ്ഞു, ദൈവദൃഷ്ടിയിൽ ഞങ്ങൾ നഗ്നരാണെന്ന്. തെളിച്ചു പറഞ്ഞാൽ ദൈവമക്കളെ, അവരുടെ ദൈവ തേജസ്, ദൈവീക സാമീപ്യം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അവർ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞു. ദൈവസന്നിധി നിൽക്കാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിഞ്ഞു. അവർക്ക് പരസ്പരം കാണാൻ കഴിയാത്ത അവസ്ഥയിലായി തീർന്നു. ഉടനെ അവരുടെ ബുദ്ധി മറ്റൊരു രീതിയിലാണ് പ്രവർത്തിച്ചത്. വായിക്കാം. അത്തിയിൽ അത് കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. വെയിലാറിയപ്പോൾ ദൈവത്തിന് സ്തോത്രം, അവരുടേതായ ബുദ്ധിയിൽ അത്തിയില കൂട്ടിത്തുന്നി ഒരു വസ്ത്രമുണ്ടാക്കി അവർ ധരിച്ചു നിൽക്കുമ്പോഴാണ് ഈ വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം വരുന്നത്. മനുഷ്യൻ തുന്നിയ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ദൈവസന്നിധിയിലേക്ക് വരാൻ കഴിയുന്നില്ല, ദൈവത്തിന്റെ അടുക്കിലേക്ക് വരാൻ കഴിയുന്നില്ല, ദൈവ സാമീപ്യം അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ അത് അവർക്ക് ഭയവും അഗോചരവുമായി തീർന്നിരിക്കുകയാണ്. അത്തിയില കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് അവർ വൃക്ഷങ്ങളുടെ മറവില് ഒളിഞ്ഞിരിക്കുമ്പോഴാണ് നിത്യനായ ദൈവം വിളിച്ചു ചോദിക്കുന്നത്, നീ എവിടെയാകുന്നു എന്ന്, നീ എവിടെയാകുന്നു എന്ന്. ദൈവമക്കളെ, വേദപുസ്തകത്തില് നിത്യനായ ദൈവം മനുഷ്യനോട് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യമാണ്, നീ എവിടെയാകുന്നു എന്ന്. നമുക്കൊരു മറുപടി പറയാൻ കഴിയുന്നുണ്ടോ? നീ എവിടെയാകുന്നു എന്ന് ദൈവം ചോദിക്കുമ്പോൾ, ഞാൻ കൂട്ടായ്മയിലാണെന്ന് പറയാൻ ചിലപ്പോൾ കഴിയുമായിരിക്കും, ഞാൻ ഇന്ന സ്ഥലത്താണെന്ന് പറയാൻ കഴിയുമായിരിക്കും. എന്നാൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. നാം മറഞ്ഞിരിക്കുന്നവരാണോ? ദൈവത്തിൽ നിന്നും, ദൈവ സാമീപ്യത്തിൽ നിന്നും, ദൈവ മക്കളിൽ നിന്നുമെല്ലാം അകന്ന് മറഞ്ഞിരിക്കാൻ, ഒളിഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയമാണോ നമുക്കുള്ളത് എന്ന്. പാപത്തിന്റെ ഫലമായ ഒരു ഭയം നമ്മെ ഭരിക്കുന്നുണ്ടോ? ഒരു ലജ്ജ നമ്മെ ഭരിക്കുന്നുണ്ടോ? തേജസ്സിന്റെ അരികിലേക്ക് വരാൻ കഴിയാതെ വണ്ണം നമ്മെ പുറകോട്ട് വരിക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടോ എന്ന്. വത്തിയില കൂട്ടി തുന്നി വസ്ത്രം ധരിച്ചിട്ടും അവർക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് വരാൻ കഴിഞ്ഞില്ല. ദൈവം വിളിച്ചു ചോദിച്ചു, നീ എവിടെയാകുന്നു എന്ന്. ഉടനെ ആദാം പറഞ്ഞു, നിന്റെ ഒച്ച കേട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് പറഞ്ഞു. തിരുവചനം നാം വായിക്കുമ്പോൾ ഈ ഭാഗം വായിക്കുന്നതുവരെ മനുഷ്യന് ഭയമില്ലായിരുന്നു, മനുഷ്യന്റെ ഹൃദയത്തിലൊരു ഭയപ്പാടുമില്ലായിരുന്നു. കാരണം അവൻ ദൈവത്തോട് കൂടെയായിരുന്നു, ദൈവം അവനോട് കൂടെയായിരുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ ധ്യാനിക്കാറുണ്ട് ദൈവമക്കളെ, വെയിലാറുമ്പോൾ യഹോവയായ ദൈവം തൻ്റെ സൃഷ്ടികളുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് അവരൊരുമിച്ച് അവർ പരസ്പരം സംസാരിച്ച് ആ തോട്ടത്തിൽ നടന്നതായ നാളുകൾ. അന്നവർക്ക് ഭയമുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നാം വായിക്കുന്നു, അവരുടെ ജീവിതത്തിൽ പാപം വന്നപ്പോൾ അവരുടേതായ അധ്വാനം കൊണ്ട് അവർ വസ്ത്രം ധരിച്ചു നിൽക്കുമ്പോഴും അവർക്ക് ഭയമുണ്ട് എന്ന്, അവർക്ക് ലജ്ജയുണ്ട് എന്ന്, അവർക്ക് ദൈവസാന്നിധ്യത്തിലേക്ക് വരാൻ കഴിയാത്ത അനുഭവമുണ്ട് എന്ന്. വായിച്ചോ. നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ? ദൈവമക്കളെ, ഇതൊക്കെ ദൈവത്തിന് അറിയാമെന്ത്. അവർക്ക് പാപം പറ്റി, അവർ മറഞ്ഞിരിക്കുകയാണ്. ഞാൻ കൽപ്പിച്ച് ആ വൃക്ഷത്തിന്റെ ഫലം അവർ തിന്നു, അവരുടെ തേജസ് നഷ്ടപ്പെട്ടു പോയി, അവർ എന്നിൽ നിന്ന് അകന്നുപോയി, പിശാചിന് ഇടം കൊടുത്തു. എല്ലാം ദൈവത്തിനറിയാം. എന്നാൽ ദൈവം ചോദിക്കുകയാണ്, നിന്നോട് തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ചിരുന്ന ആ വൃക്ഷഫലം നീ തിന്നുവോ? വായിച്ചോ. അതിന് മനുഷ്യൻ, എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ആദാമിന് ഒരു കുറ്റബോധവുമില്ല. തുടർന്ന് നാം വായിക്കുമ്പോൾ ഔവ്വായ്ക്കും ഒരു കുറ്റബോധവുമില്ല. ആദാം ഔവ്വായെ പഴിചാരി, ഔവ്വ പാമ്പിനെ പഴിചാരി. ദൈവമക്കളെ, അവർക്ക് അനുതാപം വന്നില്ല, മാനസാന്തരം വന്നില്ല. ദൈവം അവരെ വിളിച്ചതാണ് വേണമെങ്കിൽ അനുദമിക്കാൻ, അവർക്ക് തെറ്റ് ഏറ്റുപറയാൻ. എന്നാൽ അവരുടെ തെറ്റ് അവർ അംഗീകരിച്ചില്ല. അവർ ന്യായീകരണത്തിൽ നിന്നു, സ്വയനീതീകരണത്തിൽ നിന്നു. ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, ഒന്നാമത്തെ മനുഷ്യനായ ആദാം തൻ്റെ തെറ്റിനെ ന്യായീകരിച്ചു, അല്ലെങ്കിൽ അത് മറ്റൊരാളിലേക്ക് ചാരിയെന്ന്. രണ്ടാമത്തെ ചോദ്യം നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. കായീനോട് നിന്റെ സഹോദരനായ ഹാബേൽ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അവിടെയും നാം വായിക്കുന്നുണ്ട്, കായീൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണോ ഞാനെന്ന്. ഈ രണ്ട് ഭാഗവും നാം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കണം,
നമുക്ക് നമ്മുടെ തെറ്റുകൾ ഏറ്റുപറയാൻ, നമ്മുടെ കുറവുകൾ തുറന്നു പറയാൻ, ദൈവസന്നിധിയിൽ ഒന്ന് എളിമപ്പെടാൻ, ഒന്ന് വിനയപ്പെടാനുള്ള മനസ്സ് മനുഷ്യനില്ലാതെ പോയി എന്ന്. ദൈവമക്കളെ, ദൈവത്തിന്റെ ഹൃദയത്തില് ഒരു മുറിവ് വരാൻ തക്കവണ്ണം അവരവരുടെ തെറ്റ് ഏറ്റുപറഞ്ഞില്ല. ദൈവത്തിന്റെ ഹൃദയത്തിന് ഒരു കുളിർമ വരാൻ തക്കവണ്ണം അവർ ദൈവസന്നിധിയിൽ എളിമപ്പെട്ടില്ല. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. നമ്മുടെ കുറവുകളെ നമുക്ക് ഏറ്റുപറയാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ കുറവുകളെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? നമുക്ക് താഴാൻ കഴിയുമോ? ദൈവസന്നിധിയിൽ എളിമപ്പെടാൻ കഴിയുമോ? നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ദൈവം അരുതേ എന്ന് കൽപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം താലോലിച്ച് നമ്മുടെ കൂടെ കൊണ്ടു നടക്കുന്നുണ്ടോ എന്ന്, ദൈവസാന്നിധ്യം നഷ്ടപ്പെടാൻ തക്കവണ്ണം, ദൈവകൃപ ചോർന്നു പോകാൻ തക്കവണ്ണം ഈ ലോകത്തിന്റെ ഏതെങ്കിലും വഴികളോട് നാം ചേർന്ന് നിൽക്കുന്നവരാണോ എന്ന്. ഹവ്വായുടെ ഉള്ളിൽ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, ദൈവത്തെ പോലെയാകണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഉന്നത ഭാവമായിരുന്നു, അഹങ്കാരമായിരുന്നു, ദൈവത്തെ പോലെയാകണമെന്ന്. എന്നാൽ ദൈവമക്കളെ, ആദിമ മനുഷ്യനായ ആദാമിനും ഹവ്വായ്ക്കും പാപം പറ്റി ദൈവതേജസ് അവർക്ക് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, പലവിധമായ ശാപങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് വായിക്കാം. 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിക്കാം. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്. ഒന്നാമത് ദൈവം കൽപ്പിക്കുകയാണ്. ഇവരെ വഞ്ചിച്ചു കളഞ്ഞ പാമ്പിനോടാണ് സംസാരിക്കുന്നത്. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഇവരെ വഞ്ചിച്ചത് കൊണ്ട്, ഇവരെ ഈ പാപത്തിൽ വീഴിച്ചത് കൊണ്ട് നീ ലോകത്തിലുള്ള എല്ലാ ഇഴജാതികളിലും കന്നുകാലികളിലും മൃഗങ്ങളിലും വെച്ച് ഏറ്റവും ശപിക്കപ്പെട്ടിരിക്കും. വായിച്ചോ. നീ ഉരസുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. അത് വായിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, അതുവരെയും പാമ്പ് ഉരസുകൊണ്ട് ഗമിച്ചിരുന്നില്ല എന്ന്, മറ്റേതോ രീതിയിലായിരുന്നു. എന്നാൽ ദൈവം ശാപമായിട്ട് കൊടുക്കുകയാണ്, ഇനി നീ ഉരസുകൊണ്ട് ഗമിച്ച് ഭൂമിയിൽ സഞ്ചരിച്ച് ഭൂമിയിലെ പൊടി തിന്ന് നീ ജീവിക്കുമെന്ന്. പാമ്പിനെ ദൈവം ശപിച്ചു. പാമ്പിനോട് പറഞ്ഞു, സ്ത്രീയുടെ സന്തതിയും നീയും തമ്മിൽ എന്നും ശത്രുത്വം ഉണ്ടാകുമെന്ന്. മാത്രമല്ല ദൈവം പറഞ്ഞു, ഒരു നാൾ സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർത്ത് കളയുമെന്ന്. ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തു സ്ത്രീയുടെ സന്തതിയായി ഭൂമിയിൽ ജനിച്ച് കാൽവരിയിലെ കുരിശില് പിശാചിന്റെ തലയെ തകർത്ത് മരണത്തെ ജയിച്ച് പാതാളത്തെ ജയിച്ച് പ്രിയപ്പെട്ടവരെ അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തില് പിതാവായ ദൈവം മനുഷ്യന്റെ രക്ഷയ്ക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. എന്ത്? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന്. 3:16 വായിക്കാം നമുക്ക്. സ്ത്രീയോട് കൽപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഹവ്വായോട് ദൈവം കൽപ്പിക്കുകയാണ്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വേദനയോടെ മക്കളെ പ്രസവിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. അവൻ നിന്നെ ഭരിക്കും. അവൻ നിന്നെ ഭരിക്കും. ദൈവമക്കളെ, ദൈവത്തിന്റെ വചനത്തില് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദിമ കുടുംബത്തിൽ തന്നെ ശാപം പറ്റിയപ്പോൾ ദൈവം പറഞ്ഞിരിക്കുകയാണ്, ഹവ്വായെ, നിന്റെ ആഗ്രഹം മുഴുവൻ നിന്റെ ഭർത്താവിനോടാണ്, അവൻ നിന്നെ ഭരിക്കും, അവൻ നിന്നെ നിയന്ത്രിക്കുമെന്ന്. ദൈവമക്കളെ, ഈ ആധുനിക തലമുറയില് സ്ത്രീയും പുരുഷനും സമത്വമുണ്ട്, ആണും പെണ്ണും തുല്യരാണ് എന്നെല്ലാം വാദിക്കുന്ന ഈ തലമുറയിലെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടുകൊള്ളുക. ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുകയാണ്, പുരുഷൻ സ്ത്രീയുടെ തലയാണെന്ന്. ആ പുരുഷൻ, നിന്റെ ഭർത്താവ് നിന്നെ ഭരിക്കുമെന്ന്. ദൈവമക്കളെ, അത് ഒരടിച്ചമർത്തലല്ല, അതൊരു കീഴ്പ്പെടുത്തലല്ല, പരസ്പര സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ബഹുമാനത്തിന്റെയും പ്രതീകമായിട്ടുള്ള ഒരു കീഴടങ്ങലാണല്ലാതെ അത് അടിച്ചമർത്തി ഭരിക്കുന്ന ഒരടിച്ചമർത്തലല്ല. ദൈവമക്കളെ, സ്ത്രീയോട് പറഞ്ഞു, നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നിന്റെ ആഗ്രഹം മുഴുവൻ നിന്റെ ഭർത്താവിനോടാണ്, അവൻ നിന്നെ ഭരിക്കും. വായിക്കാൻ താഴട്ട്. മനുഷ്യനോട് കൽപ്പിച്ചതോ? പിന്നെ ആദാമിനോട് കൽപ്പിക്കുകയാണ്. വായിച്ചോ. നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അതിലൊരു മന്യമായ മറഞ്ഞിരിക്കുന്ന ഒരു ധ്വനിയുണ്ട്. എന്ത്? ഹവ്വ തിന്നുവെങ്കിലും ആദാമേ, നിനക്കത് തിന്നാതിരിക്കാമായിരുന്നു. ഹവ്വ പാപത്തിൽ വീണു എന്നുള്ളത് കൊണ്ട് നിനക്ക് വേണമെങ്കിൽ അത് തിന്നാതിരിക്കാമായിരുന്നു. എന്നാൽ ഹവ്വ തിന്നു, നിന്നെ നിർബന്ധിച്ചു, നീയും തിന്നതുകൊണ്ട് നിനക്കും ശാപമുണ്ട്. വായിച്ചോ. നിന്റെ ആയുഷ്കാലം നിന്റെ നിമിത്തം, പ്രിയപ്പെട്ടവരെ, ആദാമിന്റെ നിമിത്തം, ഹവ്വായുടെ നിമിത്തം ഏറ്റവും വലിയ ശാപം പറ്റിയത് ഭൂമിക്കാണ്. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും.
നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മനുഷ്യൻ ആയുഷ്കാലം മുഴുവൻ കഷ്ടതയോടെ ഭൂമിയിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. മുള്ളും പറക്കാരെയും ഈ ഭൂമിയിൽ മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. വായിച്ചു. നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, നിലത്ത് നിന്ന് ആദാമേ നിന്നെ ഞാൻ എടുത്തിരിക്കുന്നു. അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. മരിക്കുവോളം ഇനി മനുഷ്യൻ മുഖത്തെ വിസർപ്പോടെ ഉപജീവനം കഴിക്കണം. നീ പൊടിയാകുന്നു, നീ പൊടിയാകുന്നു ആദാമേ, പൊടിയിൽ തിരികെ നീ ചേരും. പൊടിയിലേക്ക് തിരികെ ചേരുമെന്ന്. ദൈവമക്കളെ, അന്ന് വരെ ദൈവം നിശ്ചയിച്ചിരുന്നത് അങ്ങനെയാണോ മനുഷ്യന്റെ ആയുസ് അറിഞ്ഞുകൂടാ. എന്നാൽ ആ ശാപം പറ്റിയപ്പോൾ, ആദാമിന് ശാപവചനങ്ങൾ കൊടുത്തപ്പോൾ ദൈവം കൂടെ ചേർത്ത് പറഞ്ഞതാണ്, നീ പൊടിയാകുന്നു ആദാമേ, നീ പൊടിയിലേക്ക് തിരികെ ചേരുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഭൂമിക്ക് ശാപം, മനുഷ്യവർഗത്തിന് ശാപം, സ്ത്രീക്ക് ശാപം, പിശാചിന് ശാപം. ആദിമ കുടുംബം പാപം ചെയ്തുകൊണ്ട് 3 വിധത്തിലുള്ള ശാപങ്ങൾ ഭൂമിയിലേക്ക് വന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിന്റെ സ്നേഹം വിളിക്കുകയാണ് ആദാമിനെ, നീ എവിടെയാണെന്ന്, നീ എവിടെയാണെന്ന്. ദൈവമക്കളെ, എന്തിനു വേണ്ടിയാണ് ദൈവം ആദാമിനെ വിളിച്ചത്? വേണമെങ്കിൽ അവൻ അനുദപിക്കാമായിരുന്നു, അവന് മാനസാന്തരപ്പെടാമായിരുന്നു. മനുഷ്യനോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തെയാണ് പാപം ചെയ്ത മനുഷ്യനെ അന്വേഷിച്ചു വന്ന നീ എവിടെയാകുന്നു എന്ന് ചോദിച്ച ആ ദൈവത്തിന്റെ ശബ്ദം ദൈവത്തിന് മനുഷ്യനോടുള്ള ആ സ്നേഹത്തെയാണ് കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ പാപം ചെയ്യുമ്പോഴും ദൈവം അവനെ തേടി വരുന്നു. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു, അവർക്കോ വരുവാൻ മനസ്സായില്ല. പ്രിയപ്പെട്ടവരെ, മനസ്സുള്ളവരെ മാത്രമല്ല, എല്ലാവരെയും ആ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ ദാസന്മാരെ പറഞ്ഞയച്ചു, അവർക്കോ മനസ്സായില്ല. ദൈവത്തിന്റെ സ്നേഹം മനുഷ്യനെ വിളിക്കുകയാണ്, വരിക വരിക, എല്ലാം ഒരുങ്ങിയിരിക്കുന്നുവെന്ന്. എന്നാൽ അവർക്കോ മനസ്സായില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഈ പാപത്തിന്റെ ഫലമായി മനുഷ്യന് ഭയമുളവാകുന്നു, കുറ്റബോധമുളവാകുന്നു. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പാപം ചെയ്തവർക്ക് അല്ലെങ്കിൽ തെറ്റ് ചെയ്തവർക്ക് ഉണ്ടാകുന്നതാണ് കുറ്റബോധം അല്ലെങ്കിൽ പാപബോധം, മനസാക്ഷി കുത്ത്. വായിക്കാം. യൗസേപ്പ് സഹോദരന്മാരോട്, ഞാൻ യൗസേപ്പാകുന്നു. പ്രിയപ്പെട്ടവരെ, യൗസേപ്പ് നാളുകൾക്ക് ശേഷം യൗസേപ്പ് മരിച്ചുപോയി എന്ന് അപ്പനെ തെറ്റിദ്ധരിപ്പിച്ചിരുന്ന സഹോദരന്മാരുടെ മുമ്പിൽ യൗസേപ്പ് തന്നെത്താൻ വെളിപ്പെടുത്തുകയാണ്, ഞാൻ യൗസേപ്പാകുന്നു. എന്റെ അപ്പൻ ജീവനോടിരിക്കുന്നു, എന്റെ അപ്പൻ ജീവനോടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു. അവന്റെ സഹോദരന്മാർ അവന്റെ സന്നിധിയിൽ ഭ്രമിച്ചു പോയതുകൊണ്ട്. ദൈവമക്കളെ, യൗസേപ്പ് തന്നെത്താൻ വെളിപ്പെടുത്തിയപ്പോൾ യൗസേപ്പ് എന്നോ നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിച്ചിരുന്ന ആ സഹോദരന്മാരുടെ മുമ്പില് ഞാൻ യൗസേപ്പ് ആകുന്നു എന്ന് പറഞ്ഞ് അവൻ തന്നെത്താൻ വെളിപ്പെടുത്തിയപ്പോൾ സഹോദരന്മാര് ഭ്രമിച്ചു പോയി എന്ന്. എവിടുന്നാണ് അവർക്ക് ഭയം വന്നത്? എവിടുന്നാണ് അവർക്ക് ഭ്രമം വന്നത്? ദൈവമക്കളെ, നാം മനസ്സിലാക്കണം. യൗസേപ്പിനെ അവര് പൊട്ടക്കിണറ്റിലിടുകയും പൊത്തിപേറിന് വിറ്റുകളയുകയും ചെയ്ത ആ കഠോരമായ പാപം അവരുടെ ഉള്ളിലിരിക്കുന്നത് കൊണ്ട് ഇവനോട് ഞങ്ങൾ ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്തപ്പോൾ അവർക്ക് ഭയമുളവായി, അവര് ഭ്രമിച്ചു പോയി എന്ന്. ദൈവമക്കളെ, പാപം ജീവിതത്തിൽ വരുമ്പോൾ മനുഷ്യന് ലജ്ജ വരുമെന്ന് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മനുഷ്യന് ലജ്ജ വരുത്തുന്നതാണ് പാപം. വായിക്കാം. അവരുടെ വിരോധികൾക്ക് മുമ്പാകെ, അവരുടെ ആരുടെ? ഇസ്രായേൽ മക്കളുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം. ദൈവമക്കളെ, ഇസ്രായേൽ ജനം ഹാസ്യമായി പോയി അല്ലെങ്കിൽ ലജ്ജിതരായി പോയി, നിന്ദരായി പോകാൻ തക്കവണ്ണം അഹരോൻ അവരെ അഴിച്ചുവിട്ടുകളയാ. വിശദീകരിക്കുന്നില്ല. അഹരോൻ അവരെ കെട്ടഴിച്ചു വിട്ടുകളഞ്ഞു എന്ന്. എങ്ങനെ? ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിന്റെ മുമ്പിൽ ഇസ്രായേൽ നൃത്തം ചെയ്യുകയും പ്രിയപ്പെട്ടവരെ അവരെ ആരാധിക്കുകയും ചെയ്തപ്പോൾ മറ്റുള്ളവര്, ഈ ഇസ്രായേൽ ജനം ജാതികളുടെ മുമ്പിൽ ഹാസ്യമായി ലജ്ജിതരായി പോകാൻ തക്കവണ്ണം അവരുടെ ജീവിതത്തില് പാപം വന്നു എന്ന്. ദൈവമക്കളെ, റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഏക മനുഷ്യനായ ആദാമിൽ വന്ന പാപത്തിനെല്ലാം യേശുക്രിസ്തു പരിഹാരം വരുത്തി എന്ന്. ഇയ്യോബിന്റെ പുസ്തകം 31-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയും, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ
കരുണ ലഭിക്കുമെന്ന്. ദൈവമക്കളെ, ഏത് ലംഘനവും കർത്താവ് ക്ഷമിക്കും. ഏത് പാപം ചെയ്തവനും കരുണ ലഭിക്കും. എപ്പോഴാണ് ആ പാപം മറയ്ക്കാതെ കുറ്റബോധത്തോടെ അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തിയെന്ന്, അപ്പാ എനിക്ക് തെറ്റുപറ്റി, എന്നോട് കരുണ തോന്നണമേ എന്ന് അനുതാപത്തിന്റെ കണ്ണുനീരുമായി അടുത്തിയെന്നാൽ തന്റെ ലംഘനങ്ങളെ മറിക്കുന്നവന് ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. വായിക്കാം. ഞാൻ ആദാമിനെ പോലെ എന്റെ പ്രിയപ്പെട്ടവരെ, ഇയ്യോബ്, ഭക്തനായ ഇയ്യോബ് പറയാണ്, ഞാൻ ആദാമിനെ പോലെ എന്റെ ലംഘനം മൂടി എന്റെ അകൃത്യം എന്റെ ലംഘനം മൂടി എന്റെ അകൃത്യം എന്റെ മാർവിടത്തിൽ മറച്ചു വെച്ചിരുന്നുവെങ്കിൽ എന്ന്. ദൈവമക്കളെ, ഇയ്യോബ് പറയാണ്, ആദാമിന് അങ്ങനെ ഒരു തെറ്റെന്ന് പറ്റി, എന്നാൽ ഞാൻ എന്റെ പാപം മൂടി വെക്കുന്നില്ല, ഞാൻ എന്റെ കുറവുകൾ എന്റെ മാർവിടത്തിൽ മറച്ചു വെക്കുന്നില്ല എന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തിന്റെ ദാസനായ ഇയ്യോബ് പറയാണ്, ആദാമിനെന്ന് പറ്റിയ തെറ്റ് എനിക്ക് പറ്റരുത്, ആ തെറ്റെന്റെ ജീവിതത്തിൽ ആവർത്തിക്കരുത് എന്ന്. നമുക്കൊരു വാക്യം കൂടി വായിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിക്കാം. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവമക്കളെ, ആദിമ മനുഷ്യനായ ആദാമിനും ഹവ്വായ്ക്കും വന്ന ദൈവത്തിന്റെ ശാപങ്ങൾ എന്ന് മനുഷ്യവർഗത്തിന്റെ മേൽ ശാപം വന്നു, ഭൂമിയുടെ മേൽ ശാപം വന്നു. എന്നാൽ അവസാനത്തെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, യേശുക്രിസ്തുവിന്റെ കുരിശുമരണം മൂലം ഇനി യാതൊരു ശാപവും ഉണ്ടാകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ആ കുരിശിലേക്കൊന്ന് നോക്കിയേ. ഒരു നിമിഷം എന്റെ പാപവും എന്റെ ശാപവും എന്റെ പിതാക്കന്മാരുടെ ശാപവും എന്റെ തലമുറകളുടെ ശാപവും എന്റെ പൂർവ്വ പിതാവായ ആദാമിന്റെ ശാപവും എല്ലാം സ്വന്തം ശരീരത്തിലേറ്റ് കാൽവറിയിൽ എനിക്ക് വേണ്ടി യാഗമായ ആ യേശുക്രിസ്തുവിന്റെ പുണ്യാക രക്തം കൊണ്ട് എന്നെ ഇപ്പോൾ ഒന്ന് കഴുകണമേ, എന്റെ ബന്ധനങ്ങൾ അഴിക്കണമേ, ഭയപ്പാടുകളെ മാറ്റണമേ, നിരാശകളെ മാറ്റണമേ, ലജ്ജകളെ മാറ്റണമേ. കർത്താവേ, നിന്റെ ആണിപ്പാടുള്ളകരോ അടിയങ്ങളുടെ ശിരസിലൊന്ന് വെക്കണമേ. തിരി രക്തം കൊണ്ട് ഞങ്ങളെ ഒന്ന് കഴുകണമേ. ദൈവത്തിന് നാം മഹത്വപ്പെടുവാനാണ്.